ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ മാത്രമല്ല സ്വകാര്യ ആശുപത്രികളിലും ഈ ഒരു ചികിത്സ നമുക്ക് ലഭ്യമാണ്. കേരളത്തിൽ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഈ ഒരു സ്കീമിൽ അംഗങ്ങളാണ്. നമുക്ക് ബൈപ്പാസ് സർജറി, ആൻജിയോപ്ലാസ്റ്റി, അതുപോലെ തന്നെ ക്യാൻസർ സർജറികൾ, മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, നട്ടെല്ലിന്റെ സർജറികൾ, ഇതുപോലെ തുടങ്ങുന്ന ചികിത്സകൾക്കൊക്കെ ഭീമമായ തുക ചിലവാകുന്ന ചികിത്സകളാണ് ഇവയൊക്കെ. ഇതിനൊക്കെ ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ നമുക്ക് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പല വിധത്തിലുള്ള ജീവിത ചിലവുകൾ ഉണ്ടാവാറുണ്ട്. അതിൽ മുന്നോട്ടുള്ള ജീവിതം വളരെ ദുസ്സഹമാക്കുന്ന ഒരു പ്രതിസന്ധിയാണ് വലിയ രോഗങ്ങൾ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും വരിക എന്നുള്ളത്. വലിയ ഭീമമായ ചികിത്സാ ചെലവ് മൂലം പിന്നീടുള്ള ജീവിതം വളരെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നമ്മെ സഹായിക്കുന്ന രണ്ട് പദ്ധതികളുണ്ട്. പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതിയും അതോടൊപ്പം തന്നെ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയും. ഈ രണ്ട് ഇൻഷുറൻസ് സ്കീമുകൾ കേരളത്തിലെ 40% ആളുകൾ ഇതിൽ അംഗങ്ങളാണ്. എന്നാൽ ഈ ആളുകൾക്കൊന്നും അറിയില്ല നമ്മൾ ഇത്രയും വലിയ തുകയുടെ ഒരു ഇൻഷുറൻസ് കവറേജിനുള്ളിലാണ് എന്നുള്ളത്. അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഈ റേഷൻ കാർഡിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജിനുള്ളിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയില്ല. ഭീമമായ തുകകൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചിലവാക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ വലിയ തുകകൾ നിങ്ങൾക്ക് ലാഭിക്കാമായിരുന്നു. ഇനിയും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പാവപ്പെട്ട ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു വിവരമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. നമുക്ക് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻഷുറൻസ് കവറേജിൽ അംഗങ്ങളാണ് 40% വരുന്ന ആളുകൾ. റേഷൻ കാർഡ് നോക്കിയാൽ അറിയാം നിങ്ങൾ ആ ഒരു ഇൻഷുറൻസ് കവറേജിൽ അംഗങ്ങളായിട്ടുണ്ടോ എന്നുള്ളത്. 2011 സെൻസസ് പ്രകാരമാണ് അതിലെ 40% ആളുകൾ ഈ ഒരു പദ്ധതിയിൽ അംഗമായതും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അറിയില്ല ഈ ഒരു പദ്ധതിയിൽ അംഗമാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഇൻഷുറൻസ് കവറേജിൽ നമ്മൾ അംഗമാണോ എന്നുള്ളത് അറിയുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ റേഷൻ കാർഡ് നോക്കുക. നമ്മൾ മുൻഗണന കാർഡ് ആണെങ്കിൽ ഓൾറെഡി ഈ ഒരു ഇൻഷുറൻസ് കവറേജിലാണ്. അതായത് പിങ്ക് AAY എന്ന് പറയുന്ന മഞ്ഞ റേഷൻ കാർഡും PHH എന്ന് പറയുന്ന പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട പിങ്ക് റേഷൻ കാർഡും ആണെങ്കിൽ ഈ ഒരു ഇൻഷുറൻസ് കവറേജിൽ നിങ്ങൾ അംഗങ്ങളാണ്. ഇനി അതല്ല നിങ്ങൾക്ക് വെള്ള നീല റേഷൻ കാർഡുകളാണ് ഉള്ളത് എങ്കിൽ ആ ഒരു കാർഡിന്റെ അവസാന പേജ് നിങ്ങൾ എടുക്കുക. ഈ പറയുന്നത് പോലെ നിങ്ങളുടെ റേഷൻ കാർഡിന്റെ പുറകുവശത്ത് സീല് വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. PMJAY അല്ലെങ്കിൽ KSP അല്ലെങ്കിൽ ചിസ് പ്ലസ് CHISPLUS അല്ലെങ്കിൽ RSBY. ഇങ്ങനെ 4 സീലിൽ ഏതെങ്കിലും നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡ് വെള്ളയോ നീലയോ ആയാൽ പോലും നിങ്ങൾ ഈ ഒരു ഇൻഷുറൻസ് കവറേജിലാണ്. അപ്പോൾ ഓൾറെഡി മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർ ഈ ഇൻഷുറൻസ് കവറേജിലാണ്. കൂടാതെ ഇത്തരം സീലുകളുള്ള വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകളും ഈ ഒരു ഇൻഷുറൻസ് കവറേജിന്റെ പെടുന്നവരാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ മാത്രമല്ല സ്വകാര്യ ആശുപത്രികളിലും ഈ ഒരു ചികിത്സ നമുക്ക് ലഭ്യമാണ്. കേരളത്തിൽ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഈ ഒരു സ്കീമിൽ അംഗങ്ങളാണ്. നമുക്ക് ബൈപ്പാസ് സർജറി, ആൻജിയോപ്ലാസ്റ്റി, അതുപോലെ തന്നെ ക്യാൻസർ സർജറികൾ, മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, നട്ടെല്ലിന്റെ സർജറികൾ, ഇതുപോലെ തുടങ്ങുന്ന ചികിത്സകൾക്കൊക്കെ ഭീമമായ തുക ചിലവാകുന്ന ചികിത്സകളാണ് ഇവയൊക്കെ. ഇതിനൊക്കെ ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ്. അപ്പൊ ഇനി നമ്മൾ കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആളുകളാണ്. നമുക്ക് തൊട്ടടുത്തുള്ള സ്വകാര്യ ഹോസ്പിറ്റൽ ഇതിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഗവൺമെന്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. PMJY എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് തീരുമാനിക്കാം ഏത് ഹോസ്പിറ്റലിലാണ്, നമ്മുടെ പരിസരത്തുള്ള ഏത് ഹോസ്പിറ്റലിലാണ് നമുക്ക് പോവേണ്ടത് എന്നുള്ളത്. ഈ സ്കീമിൽ ഉൾപ്പെടുന്ന എല്ലാ സ്വകാര്യ ആശുപത്രികളുടെയും വിവരങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഉണ്ടാകും. അപ്പൊ ഇതാണ് നിങ്ങളെ പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത്.
അപ്പോൾ ഇത് വളരെയധികം ഇൻഫോർമേറ്റീവായ ഒരു വീഡിയോ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.